CCAA കാൻഡിഡേറ്റ്സ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, എക്സ് സർവീസ്മെൻ ഇവരുടെ ഒന്നും റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഡി റിസൾട്ടിനോടൊപ്പം ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഈ റിസൾട്ട് വരാത്തത്? തെലങ്കാന ഹൈക്കോടതിയിൽ ഒരു കേസൊക്കെ നടക്കുന്നുണ്ട്. ഇനി ആ കാരണം കൊണ്ടാണോ റിസൾട്ട് അനൗൺസ് ആവാത്തത് തുടങ്ങിയ സംശയങ്ങളെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇവരുടെ റിസൾട്ട് ഇപ്പോൾ വരാത്തതെന്നും എപ്പോഴായിരിക്കും ഇവരുടെ റിസൾട്ട് വരിക എന്നും. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഓരോ സോൺ വൈസ് ആയിട്ടാണ്. അതായത് ഓരോ സോണിലും ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന PDF ആണ് ഇപ്പോൾ നിലവിൽ ഓരോ RRBയുടെയും സോണിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കോർ കാർഡും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് മാത്രമേ ഇപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു ഡോക്യുമെന്റിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മുടെ CCAAക്ക് ആവശ്യമില്ല, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് ആവശ്യമില്ല, അതുപോലെ തന്നെ എക്സ് സർവീസ്മെന്റിനും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും രജിസ്റ്റർ നമ്പർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതുപോലെ എക്സ് സർവീസ്മെൻ CCAA candidates are exempted from PET and hence their roll numbers are not included in the list. The list shortlisted for person with disabilities, ex-servicemen, CCAA candidates accepted from physical efficiency test shall be published by Railway Recruitment Cell of respective railways. അതായത് നിങ്ങളിപ്പോൾ നിലവിൽ CCAA കാൻഡിഡേറ്റിൽ പെട്ടവരാണോ, അല്ലെങ്കിൽ ഡിസബിലിറ്റീസിൽ വിഭാഗത്തിൽ പെട്ടവരാണോ, അതല്ല എന്നുണ്ടെങ്കിൽ എക്സ് സർവീസ് കാറ്റഗറിയിൽ പെട്ടവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടും മറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതത് റെയിൽവേ സോണുകളുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലുകളായിരിക്കും. അതായത് ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ഇപ്പോൾ ഗ്രൂപ്പ് ഡി നിലവിൽ പാസ്സായിട്ടുള്ളവരുടെയും ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലാണ്. RRCകളായിരിക്കും ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റേജ് മറ്റുള്ളവരെ പോലെയല്ല. നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ്ലി എന്താണ് നമ്മുടെ CBT കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനുമാണ്. അപ്പോൾ മറ്റുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത സ്റ്റേജ് ആയിട്ട് വരാൻ പോകുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. സോ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് തൊട്ട് മുന്നേ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും അനൗൺസ് ചെയ്യപ്പെട്ടില്ല. ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജിന് തൊട്ട് മുന്നേ ആയിരിക്കും നിങ്ങളുടെ CCAA വിഭാഗത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന്റെ ആണെങ്കിൽ ശരി, എക്സ് സർവീസ് മെനിന്റെ ആണെങ്കിൽ ശരി, നിങ്ങളുടെയൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷന് തൊട്ട് മുന്നത്തെ സ്റ്റേജിലാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളവരുടെ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ് ഇതിന്റെ മുന്നിലുള്ള റീസൺ. ഇനി തെലങ്കാന ഹൈക്കോടതിയുടെ കേസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം തെലങ്കാന ഹൈക്കോടതിയുടെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് 15 വേക്കൻസി, അതായത് കേസ് കൊടുത്തിട്ടുള്ള 15 കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു വേക്കൻസി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇനി റെയിൽവേയുടെ കയ്യിലുള്ള തീരുമാനിക്കേണ്ട കാര്യമാണ് 15 വേക്കൻസി ഒഴിച്ചിട്ടിട്ട് ബാക്കി CCAA കാൻഡിഡേറ്റ്സിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ഇനിയും കേസ് തിരിയാനുള്ള സമയമുണ്ട്. കാരണം ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ മാത്രമേ എത്തുന്നത് വരെ നമുക്ക് മുന്നിൽ സമയമുണ്ട്. സോ അതിനുള്ളിൽ കേസൊക്കെ സോൾവ് ആവുന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അല്ലെങ്കിലും റെയിൽവേക്ക് റിസൾട്ട് അനൗൺസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ 15 സീറ്റ് മാത്രം ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. സോ ആ ഒരു രീതിയിലാണ് നിലവിലെ സ്ഥിതി ഇരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് കേസ് കാരണമാണ് റിസൾട്ട് വരാത്തത്, അതുകൊണ്ടൊന്നുമല്ല. ഇതാണ് ഇതിന്റെ റീസൺ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളവരുടെ റിസൾട്ട് മാത്രമേ ഇപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇപ്പോൾ നിലവിലെ റിസൾട്ട് വന്നു, ഗ്രൂപ്പ് ഡി പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല, ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൂപ്പർ നോട്ട്സ് ഒരു 3 മാസത്തെ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ക്രാഷ് കോഴ്സിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ സമയവും വേണ്ടി ഒരു 2-3 മാസം കൂടി നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടും. എങ്ങനെ പോയാലും ഒരു സെപ്റ്റംബർ ഒക്കെ ആകും അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷ വരാനായിട്ട്. അടുത്ത ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയെ നേരിടാനായിട്ട് ഞാൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് എൻ്റെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റർഷിപ്പോ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. ഇനി അതല്ല ഗ്രൂപ്പ് ഡിയുടെ നല്ല ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അവിടെ ഫ്രീ ക്ലാസ്സും നോട്ട്സ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ടിന്റെയും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, റിസൾട്ട് വരാത്തതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. സോ ആരും ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.